യൂട്യൂബിൽ കൂടുതൽ വ്യൂസ് കിട്ടാനും ബിസിനസ് വർദ്ധിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനുള്ള 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നാമതായി ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് ഹെൽത്ത് അല്ലെങ്കിൽ പ്ലാന്റിങ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നിഷ് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോസുകൾ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് വ്യൂവേഴ്സിന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം നിങ്ങൾ കൂടുതൽ വീഡിയോസ് ദിവസവും അല്ലെ ആഴ്ചക്കിൽ ഒരു ദിവസമെങ്കിലും ലോങ് വീഡിയോസ് നിങ്ങൾ ഇടുന്നതിലൂടെയാണ് യൂട്യൂബ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും കൃത്യമായി വീഡിയോസ് ഇട്ടുകൊണ്ട് നല്ല വാല്യൂസ് കൊടുക്കുന്ന വീഡിയോസ് ഇട്ടാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. ആദ്യം തന്നെ ചിലപ്പോൾ 1-2 വ്യൂസ് ആയിരിക്കും ഏത് ചാനലിലും കിട്ടുക. പിന്നീട് കൂടുതൽ വാല്യൂസ് കൊടുക്കുമ്പോൾ ആ കണ്ട ആൾക്കാർ തന്നെ രണ്ടാമത് വരാനും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ തന്നെ വന്നുകൊണ്ട് കൂടുതൽ വ്യൂസ് എത്താനുള്ള സാധ്യതയുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നല്ല വോയിസ് ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആയിരിക്കണം, പിന്നെ വാല്യൂ ഉള്ള കണ്ടന്റ് ആയിരിക്കണം. നല്ല എല്ലാം കൊണ്ടും പെർഫെക്ഷൻ ആയാൽ മാത്രമേ തുടങ്ങൂ എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ കാണുന്ന കസ്റ്റമർ ഈ ചാനലിൽ ഞാൻ കണ്ടതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും എന്ന് അവർക്ക് മനസ്സിലായിരിക്കണം. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കണിൽ ഞെക്കി പിന്നീട് വരുന്ന വീഡിയോസുകൾ അവരിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യൂ. രണ്ടാമതായിട്ടുള്ളത്, ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, മ്യൂസിക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് കണ്ടന്റിലേക്ക് പ്രവേശിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രൊഡക്റ്റാണ് വെക്കുന്നതെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ സർവീസ് ആണെങ്കിൽ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നല്ല ഹുക്കോടുകൂടി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല തംബ്ലൈൻ കൊടുക്കുക. കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് സെർച്ച് ചെയ്തുകൊണ്ടല്ല എത്തുന്നത്. അവർ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല തംബ്ലൈനുകൾ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കണ്ടു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവായ തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ ടിപ്സ്, ഒരു ബെനിഫിറ്റ് അവർക്ക് ആദ്യം തന്നെ കിട്ടണം. നിങ്ങളുടെ വ്യൂസിന് നല്ലൊരു ബെനിഫിറ്റ് കൊടുക്കുക. ഒരു ക്യൂരിയോസിറ്റി, ലാസ്റ്റ് വരെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഈ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും, നാലാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം നിങ്ങളുടെ സർവീസ് എന്താണോ അതിനോട് അനുയോജ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം തന്നെ ആ വീഡിയോസ് ലാസ്റ്റ് വരെ കാണാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്തുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി. നല്ല പെർഫെക്റ്റ് ആയാൽ മാത്രമേ തുടങ്ങൂ എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സിമ്പിൾ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് ദിവസം വീഡിയോസ് ഇടുക. അല്ലെങ്കിൽ ആഴ്ചക്ക് 2 ദിവസം, ആഴ്ചക്ക് 1 ദിവസം കൺസിസ്റ്റൻസ് ആയി വീഡിയോ ഇടുക. നിങ്ങൾക്ക് ഒരു നല്ല വെബ്സൈറ്റോ ഇമെയിലോ ഇല്ലെങ്കിൽ ഒന്നും സാരമില്ല, വീഡിയോസ് ഇട്ട് കൂടുതൽ വാല്യൂസുകൾ കൊടുക്കുക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുക, കൂടുതൽ വ്യൂസിന് വേണ്ടി കാത്തിരിക്കുക. ആദ്യം ഒന്നും ആർക്കും നല്ല വ്യൂസ് ഉണ്ടാകുകയില്ല. കൂടുതൽ സമയം, കൂടുതൽ പരിശ്രമത്തിലൂടെയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചുരുങ്ങിയത് 60 ദിവസമെങ്കിലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ആറാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നത്. ഇന്ന് മൂടുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല, അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് എന്ത് തന്നെ സംഭവിച്ചാലും എത്ര വ്യൂസ് ഇല്ലെങ്കിലും കൺസിസ്റ്റൻസ് ആയി വീഡിയോ ഇടുമെന്ന ഒറ്റ ഉറപ്പോടുകൂടി തുടങ്ങുക. യൂട്യൂബിൻ്റെയും മറ്റുള്ള ചാനലിൻ്റെയും അൽഗോരിതം വർക്ക് ചെയ്യുന്നത് തന്നെ കൺസിസ്റ്റൻസ് ആയി ആര് ചെയ്യുന്നു അവർക്കാണ് കൂടുതൽ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ ഓഡിയൻസിനും നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും. ഏഴാമത്തത് കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുക. ഒരുപാട് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം പറയുക. പിന്നെ എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യാൻ പറയുക, നിർദ്ദേശങ്ങൾ ചെയ്യാൻ പറയുക.
എട്ടാമത്തെ കാര്യം, ഷോർട്സുകളും ദിവസം അപ്ലോഡ് ചെയ്യുക. നമുക്ക് അതിൽ കണ്ടന്റ് ചെയ്യുക. ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെയുള്ള ഷോർട്സുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ചെറിയ സമയത്ത് നല്ല ഹുക്ക്, നല്ല വാല്യൂ, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലോങ് വീഡിയോ തന്നെ ചെറിയ ചെറിയ വീഡിയോ ആക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചാനലിൽ കൊടുക്കുന്ന ലോങ് വീഡിയോ സെലക്ട് ചെയ്ത് അത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തത്, നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ഈ വീഡിയോസിൽ ചോദിക്കുക. അപ്പോൾ അതിന് ഉള്ള ഉത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിന് താങ്ക്സ് പറയുക, അല്ല മറ്റുള്ള ആരെങ്കിലും കമന്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നൽകുക. വെറും വ്യൂസ് കൊണ്ട് മാത്രം വളരില്ല. കൂടുതൽ കമന്റിലുള്ള ഇന്ററാക്ഷൻ കാരണം നിങ്ങളുടെ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പത്താമത്തത്, നിങ്ങൾ ആദ്യം ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നല്ല വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനുള്ള കാരണമാകും. ഈ 10 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാം. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയും പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയും വീഡിയോ ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. ഇതിലും നല്ല ഒരു ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.